ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ സ്റ്റോറേജ് എന്നൊരു ഒബ്ജക്റ്റാണ്. അത് HTML5 തൊട്ടാണ് അത് ഒരു ഫെസിലിറ്റി നമുക്ക് വന്നിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കുക്കീസ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ ലോക്കലി സ്റ്റോർ ചെയ്യുന്നുണ്ടിരുന്നത്. ഇപ്പോൾ അതിന് പകരമാണ് ഈ ലോക്കൽ സ്റ്റോറേജ് എന്നുള്ള ഒബ്ജക്റ്റ് വരുന്നത്. കുക്കീസിനേക്കാളും ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലോക്കൽ സ്റ്റോറേജ് കൂടാതെ HTML5 സെഷൻ സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് പഠിക്കും. ഈ സെഷൻ സ്റ്റോറേജിൽ ഡാറ്റ എക്സ്പയർ ആകും, പക്ഷേ ലോക്കൽ സ്റ്റോറേജിൽ ഡാറ്റ എക്സ്പയർ ആകത്തില്ല. നമുക്ക് ഒരു എക്സാമ്പിൾ വഴി ലോക്കൽ സ്റ്റോറേജ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇത് പലപ്പോഴും നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അത് സേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമെമ്പർ മീ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ബോക്സ് വേണം. അതിനകത്ത് നമുക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്കത് പ്രീലോഡ് ചെയ്ത് വരും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി കുക്കീസോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറേജാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ HTML5 തൊട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലോക്കൽ സ്റ്റോറേജാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു ചെറിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പിന്നെ 2 ബട്ടണും. അപ്പോൾ നമ്മൾ ആദ്യം അതിലോട്ട് കിടക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈസ് ഈക്വൽ ടു fname, ID ഓൾസോ fname കൊടുക്കുന്നു. fname അടുത്തത് വേറെ ഒരു ഇൻപുട്ട് കൂടെ കൊടുക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഇവിടെ നെയിം ഈസ് ഈക്വൽ ടു lname, ലാസ്റ്റ് നെയിം എന്നുള്ളതിനാണ് ഷോർട്ടാക്കി lname എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ID lname തന്നെ കൊടുക്കുന്നു. ഇനി 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ. ഇതിലായിരിക്കും നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് ഡാറ്റ വീണ്ടും പിന്നീട് ഈ ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് ലോഡ് ചെയ്യാനും ഉള്ള ഫങ്ഷൻ കോൾ ചെയ്യുന്നത് ഈ 2 ബട്ടണിലേക്ക്. സോ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ, ഇവിടെ വാല്യൂ ഈസ് ഈക്വൽ ടു സേവ് ഓൺ ക്ലിക്ക് എന്നുള്ളത് ആക്ഷനിലാണ് ആ ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. ഓൺ ക്ലിക്ക് ഈക്വൽസ് സേവ് എന്ന് പറഞ്ഞ് ഫങ്ഷൻ കോൾ ചെയ്യുന്നു. മറ്റൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ബട്ടൺ, വാല്യൂ ഈസ് ഈക്വൽ ടു ലോഡ് എന്ന് കൊടുക്കുന്നു. ഇതിലൊരു ആക്ഷൻ കൊടുക്കുന്നു, ഓൺ ക്ലിക്ക് ആക്ഷൻ. ഇതിനകത്ത് ഈ ക്ലിക്ക് ചെയ്യുമ്പം ഇത് ലോഡ് എന്ന് പറഞ്ഞൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യും. മുകളിലത്തുള്ള ഫംഗ്ഷൻ സേവ് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനെ ഇനി നമുക്കത് സേവ് ചെയ്യാം. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 2 ടെക്സ്റ്റ് ബോക്സും 2 ബട്ടണും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലാണ് ആക്ഷൻ എഴുതാം. ഇവിടെ സ്ക്രിപ്റ്റ് ടൈപ്പ് ജാവാസ്ക്രിപ്റ്റ് വേണ്ട, കാരണം ഇപ്പം ഈ വെബിൽ ഉള്ള സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല. അതുകൊണ്ട് ടൈപ്പ് ടെക്സ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സോ നമ്മൾ 2 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ സേവ്, വീണ്ടും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ ലോഡ്. ഇപ്പോൾ ഈ 2 ബട്ടൺ ആക്ഷന് വേണ്ടിയുള്ള 2 ഫംഗ്ഷൻ. ഇനി ഈ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. വേരിയബിൾ var fn എന്ന് കൊടുക്കുന്നു. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് document.getElementById ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ID പറയുക fname. ഇതാണ് ഇപ്പം ഈ ID ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, fname എന്നുള്ളത്. അതുപയോഗിച്ചിട്ട് ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാല്യൂ ഇതിനകത്തേക്ക് ഈ fn എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ കിട്ടും, എൻ്റർ ചെയ്യുന്നത്. ഇനി അത് ln എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ document.getElementById നമ്മൾ ഉപയോഗിക്കുന്ന ID lname എന്നാണ്. അപ്പോൾ lname ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ lnameലുള്ള വാല്യൂ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ ln എന്ന് പറഞ്ഞ വേരിയബിൾ കിട്ടും.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലോക്കൽ സ്റ്റോറേജിലോട്ട് സ്റ്റോർ ചെയ്യുക. സോ അതിനുവേണ്ടിയുള്ള ഒബ്ജക്റ്റിൻ്റെ പേര് ലോക്കൽ സ്റ്റോറേജ് എന്നാണ്. localStorage.fname എന്ന് തന്നെ ഞാൻ വേരിയബിൾ വയ്ക്കുന്നു. എന്നിട്ട് അതിനകത്തോട്ട് fn സ്റ്റോർ ചെയ്യുന്നു. അടുത്ത വേരിയബിൾ localStorage.lname എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്തോട്ട് ഞാൻ ഈ lnനകത്തുള്ള വാല്യൂ വയ്ക്കുന്നു. അപ്പോൾ ലോക്കൽ സ്റ്റോറേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിൻ്റെ പേര്, ഇത് കീ വാല്യൂ പെയർ എന്നുള്ള ഒരു ഓർഡറിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ fname ഈക്വൽസ് അതിനകത്ത് fname എന്നുള്ള വേരിയബിളിൽ ജാവാസ്ക്രിപ്റ്റിലെ ലോക്കൽ സ്റ്റോറേജിലെ വേരിയബിളിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ, ലാസ്റ്റ് നെയിം എന്നുള്ള ഇതിനകത്ത് നമുക്ക് lname എന്നുള്ള ഒരു വേരിയബിളിനകത്ത് ലാസ്റ്റ് നെയിമായിട്ട് എൻ്റർ ചെയ്യുന്ന പേരും സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്ക് സ്റ്റോറിങ് ആയി. ഇനി നമുക്ക് റിട്രീവ് ചെയ്യണം. ഇപ്പോൾ ലോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് നമുക്കത് റിട്രീവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും document.getElementById id കൊടുക്കുക. fname ആണ് നമ്മൾ HTML ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. HTML.value എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, localStorage.fname എന്ന് പറയുക. അതുപോലെ തന്നെ അടുത്ത ഇതിൽ document.getElementById lnameന് ഉള്ള ഫോമിനകത്ത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് lname. അപ്പോൾ lnameനോട്ടുള്ള വാല്യൂ നമ്മളിവിടെ കൊടുക്കുന്നു. അത് കൊടുക്കാൻ നമുക്ക് ലോക്കൽ സ്റ്റോറേജിൽ lname എന്നുള്ള വേരിയബിളിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത്രയുമേ ഉള്ളൂ. നമുക്കിതൊന്ന് സേവ് ചെയ്യുക, ദെൻ ഒന്ന് റീലോഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ് നെയിം ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ അജിത്ത്, ലാസ്റ്റ് നെയിമായിട്ട് കുമാർ എന്ന് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് സേവ് പറയുന്നു. സോ നമുക്കൊന്ന് ഈ ഫോം ഒന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം അത് പോയി. പക്ഷേ നമുക്ക് ലോക്കൽ സ്റ്റോറേജ് നമുക്കതിനെ റിട്രീവ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ലോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. അത് രണ്ടും നമുക്ക് റിട്രീവ് ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.